ഇത് ഒരു മിനിറ്റ് പോലും ആൾക്കാർ കാണാണ്ട് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാണ്. അതാണ് ഏറ്റവും കൂടുതൽ വിഷമം സംഭവിച്ച്. നമ്മുടെ വലിയ ക്യാമറയും കോപ്പും തേങ്ങയൊന്നും ഇല്ല, ഐഫോണോ ഇതൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് ഇതാണ് നമ്മൾ പുതിയത് വാങ്ങിച്ച സാധനം. ഇത് നമ്മുടെ മൈക്ക്. ബാക്കി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഹായ് ഗെയ്സ്, വെൽക്കം ബാക്ക്. സിംഗിൾ മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗെയ്സ്, ഇതൊരു വ്ളോഗായിട്ടല്ല, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഞാനിതൊരു കാര്യം പറയാൻ മുമ്പ് തന്നെ അല്ല അപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച ആൾക്കാരൊന്നും കാണാണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. സോ അവരുടെ അടുത്ത് പറയണേ, ജസ്റ്റ് ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്ന സാധനം. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കാനൊക്കെ പറ്റും, സംസാരിക്കാനും പറ്റും. പക്ഷേ ഒറ്റ ഇഷ്യൂ, അത് ഞാൻ എൻ്റെ വീഡിയോസിനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണായിട്ട് അത് മാച്ച് ആവില്ല. അത് ആൻഡ്രോയിഡിൽ വേറെ ആപ്ലിക്കേഷൻ വെച്ചാണ് സെറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് മൈക്ക് ഉപയോഗിച്ച് ഞാൻ പബ്ലിക്കിലേക്ക് ഇറങ്ങി സംസാരിക്കാത്തത്. പിന്നെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടൻറ്റ്, നമ്മൾ സ്ക്രിപ്റ്റും കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എടുക്കാൻ ടൈമില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫോൺ എടുക്കണമെങ്കിൽ അത്യാവശ്യം ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പണിക്കും പോകുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇടാൻ പറ്റാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് 3 ദിവസം ഗ്യാപ്പ് വെച്ചിട്ടൊക്കെ ഇടണം. സോ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയല്ല. ഇനിയിപ്പോൾ എനിക്കിനി ഒരു ബുധനാഴ്ച വരെ, ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് ഞായറാഴ്ച ആയിരിക്കും, ഇന്ന് വൈകിട്ടായിരിക്കും. അപ്പോൾ ബുധനാഴ്ച വരെ എനിക്ക് കുറച്ച് പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാലാണ് എനിക്കിനി വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒന്നും വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ഐഫോൺ ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചിട്ട് ഞാൻ സെറ്റാക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ ലൈക്ക്, ഇപ്പോൾ തന്നെ ഇത് ഒരു മിനിറ്റ് പോലും ആൾക്കാർ കാണാണ്ട് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാണ്. അതാണ് ഏറ്റവും കൂടുതൽ വിഷമം. കാരണം ഞാൻ ഇതിന് മുമ്പ് പബ്ലിക്കിലേക്കൊക്കെ ഇറങ്ങണതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലത്തെ വ്ളോഗൊക്കെ ചെയ്തിരുന്ന വീട്ടിൽ, പിന്നെ കുറേ കടകളിൽ പോയി ഓരോ ക്യാമറയിട്ട് കുറേ ആയിട്ട് പരിചയപ്പെട്ട് അങ്ങനത്തെ വ്ളോഗ് ചെയ്തിരുന്ന. അതിന് കിട്ടാത്ത റീച്ചാണ് ഞാൻ പബ്ലിക്കിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റീച്ച്. സംഭവം രണ്ടും അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പബ്ലിക്കിലാണ് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇപ്പം നമ്മളിവിടെ മുകളിലേക്ക് വന്നെന്തിനാന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എടുക്കുന്ന സ്റ്റാൻഡ് എൻ്റെ പുതിയ സ്റ്റാൻഡാട്ടോ. അപ്പോൾ നമ്മൾ പബ്ലിക്കിലേക്കാണ് ഇനി വീഡിയോസ് മൊത്തം, അങ്ങോട്ടേക്ക് ഇനി മൊത്തം വീഡിയോസ് പബ്ലിക്കിലേക്ക് ഇനി എടുക്കുകയുള്ളൂ. സോ അതിനനുസരിച്ച് നമ്മൾ സപ്പോർട്ടും ചെയ്യുക. പിന്നെ അതുമാത്രമല്ല, എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. ഉണ്ടോ, ഇതാണ് എൻ്റെ മൈക്കിൻ്റെ സെറ്റ്. ഈ സാധനം ഇത് എനിക്ക് വേണ്ടി യൂസ് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്യാം. പക്ഷേ ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഗീസ്, ഞാൻ ഈ വീഡിയോ പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗീസ്. അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റൊക്കെ ഞാൻ മാക്സിമം നിങ്ങൾ പറയണ പോലെ ഞാൻ ചെയ്യും. അത് എത്ര ഫണ്ട് പൊട്ടിയാലും നിങ്ങൾ എന്നോട് പറയണം. പക്ഷേ നിങ്ങളത് കമൻറ്റ് ചെയ്യുന്നില്ല. അതാണ് ഞാനിപ്പോൾ കഴിഞ്ഞൊരു 3 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ട്, എൻ്റെ ട്രൈപോഡ് ഒടിഞ്ഞു എന്ന് പറഞ്ഞാൽ അതുപോലും കണ്ടത് ആൾക്കാർ എത്ര, 49 സെക്കൻഡ്. 3 മിനിറ്റ് വീഡിയോ ഇട്ടിട്ട് 49 സെക്കൻഡ് ആൾക്കാരുണ്ടുള്ളൂ. അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോസ്, സംഭവം ഓക്കെ, കണ്ടൻറ്റില്ല. അത് കണ്ടൻറ്റ് മാക്സിമം ഞാനിപ്പോൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി വീഡിയോസ് എടുത്തപ്പോൾ എനിക്ക് അത്യാവശ്യം വ്യൂ ഡ്യൂറേഷൻ കൂടുന്നത്. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് വീഡിയോ ഇട്ട് എനിക്ക് വ്യൂ ഡ്യൂറേഷൻ ഇതുവരെ കിട്ടാത്ത വ്യൂ ഡ്യൂറേഷൻ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. 8 മിനിറ്റിൻ്റെ മുകളിലൊക്കെ വ്യൂ ഡ്യൂറേഷൻ. പിന്നെ കേസ്, ഈ വീഡിയോ ഞാൻ നിങ്ങൾ പറഞ്ഞ ഒരുപാട് ലാഗ് അടിപ്പിക്കുക. പക്ഷേ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കേണ്ട, ഒന്നല്ലെങ്കിൽ അത് പെട്ടെന്ന് തീർക്കാൻ നോക്കുക ഗേസ്. അതായത് സമയമൊക്കെ ഇപ്പോൾ സംഭവം പണ്ടൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ സമയം പോലായിരുന്നു. ഇപ്പോൾ ഒരു പീരീഡ് കഴിയുന്നത് തന്നെ അറിയാമല്ലോ, സത്യം കിട്ടും. അതങ്ങനെയാണ്. എന്താ സംഭവം എന്നൊരു പിടുത്തില്ല. ടൈമൊക്കെ ഇത് ഇങ്ങനെ പോണ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒച്ച ചെയ്യണ പോലെയായിരുന്നു ഒഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സമയം പോകണമെന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ. അതാണ് കാരണം. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നേടാനുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കണ്ട. നമ്മൾ എന്തെങ്കിലും ചെയ്ത് തീർക്കണമെങ്കിൽ അത് ചെയ്ത് തീർക്കുക. പിന്നെ നമ്മളെ ഡ്രീം ഫോക്കസ് ചെയ്യുക. പിന്നെ വെറുതെ സമയം കളയാണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. അത്രയെങ്കിൽ പറയാനുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ എടുക്കണം. കാരണം എനിക്ക് എക്സാം ആയതുകൊണ്ട്. കാരണം എക്സാമിൻ്റെ സമയത്ത് നമുക്ക് മനസ്സിലാവും, ഒരാൾ ചുമ്മാ മൂഞ്ചി കുത്തി വെറുതെ ഇരിക്കുന്ന, എക്സാം ഒന്നും എഴുതാണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, അത് അയാൾക്ക് അറിയാമല്ലോ. അതെനിക്ക് നന്നായിട്ട് അറിയാം.
അതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ലീവ് എടുത്തത്. അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ചയാണ്, നാളെ വീഡിയോസ് എടുക്കാൻ പോവാം. പക്ഷേ എനിക്ക് എക്സാമിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഒന്നാമത് പാടുള്ള വിഷയമാണ്. അപ്പോൾ അതിനനുസരിച്ച് എഫേർട്ട് എടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം കൂടി ചേർന്നിട്ടാണ് ഞാൻ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ നോക്കണേ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സപ്പോർട്ടും ചെയ്യുക. ഓക്കെ, നമ്മളെ സംഭവിച്ച് നമ്മുടെ വലിയ ക്യാമറയും കോപ്പും തേങ്ങയൊന്നും ഇല്ല, ഐഫോണോ ഇതൊന്നും ഇല്ല. ഇൻഷാ അല്ലാ സെറ്റാക്കും. നമുക്ക് ഉള്ളത് വെച്ചല്ലേ ഓണം പോലെ എന്നല്ലേ. ഇവിടെ നിന്ന് തുടങ്ങി ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ 3 വർഷമായല്ലോ, അത്യാവശ്യം പരിചയമായി. യൂട്യൂബ് എങ്ങനെയാണെന്ന് പഠിച്ച്, എങ്ങനെയാണ് ആൾക്കാരെന്ന് പഠിച്ചു, എങ്ങനെ സ്കിൽസ്, അങ്ങനെ ഒരുപാട് യൂട്യൂബിൽ നിന്ന് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ധൈര്യം വന്നു തന്നെ യൂട്യൂബിൽ നിന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് യൂട്യൂബിനോട് ബഹുമാനമുണ്ട്. സോ വലിയ കാര്യമായിട്ട് വലിച്ചു കിട്ടുള്ള എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരാശ്വാസം. എന്നാൽ ഇന്നത്തെ വീഡിയോ വ്ളോഗല്ല, പക്ഷേ ഒരു വ്ളോഗാണ്. നമ്മുടെ വ്ളോഗിങ് ചാനലായതുകൊണ്ട് ഇതിപ്പോൾ എൻ്റർടൈൻമെൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു, ജസ്റ്റ് അബൌട്ട് തിങ്ക്. ഓക്കെ, നമ്മുടെ ഇനിയും വീഡിയോസ് ഇഷ്ടം പോലെ വരാൻ കിടക്കുന്നുണ്ട്. ഞാൻ കുറേ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ, അത് പബ്ലിക്, അങ്ങനെ കുറേ ഇഷ്ടം പോലെ നമ്മളിങ്ങനെ ബുക്കിലിങ്ങനെ സ്ക്രിപ്റ്റാക്കി ഇങ്ങനെ സെറ്റാക്കി എഴുതി വെച്ചേക്കാണ്. അതൊക്കെ ഇനി ലോഡിങ്ങാണ്. പിന്നെ അത് എടുക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ക്യാമറ ഇല്ല, മൈക്കില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ. പക്ഷെ നമ്മൾ ഉള്ളതും വെച്ച് എടുക്കും. എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ഞാൻ അത്യാവശ്യം വീഡിയോസ് ഇടും. പിന്നെ ഇനി ഇടാൻ പോകുന്നതിന് മൊത്തം ഷോർട്സൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ കിടിലം വീഡിയോ ആയിട്ട് വരാം. ബൈ.